സംസ്ഥാനത്തെ സിനിമാ മേഖലയ്ക്ക് കോളടിച്ചുവെന്ന് വേണം പറയാൻ. വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ 100 കോടി രൂപയാണ് സിനിമാ മേഖലയുടെ സമഗ്ര വികസനത്തിനായി അനുവദിച്ചിരിക്കുന്നത്. വിവിധ പദ്ധതികൾ സംയോജിപ്പിച്ചുള്ള വികസനമാണ് മലയാള സിനിമാ മേഖലയിൽ സർക്കാർ ലക്ഷ്യമിടുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൊച്ചിയിൽ ജെ.സി. ഡാനിയൽ ഇന്റർനാഷണൽ ഫിലിം സിറ്റി സ്ഥാപിക്കുമെന്നതാണ്. സിനിമയ്ക്ക് വ്യവസായ പദവി നൽകുക എന്നുള്ളത് ഏറെക്കാലമായുള്ള ആവശ്യമാണ്. ഇത് അംഗീകരിക്കുമെന്ന് ബജറ്റിൽ പറയുന്നു. അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിനായി സ്ഥിരം വേദി സ്ഥാപിക്കൽ, സിനിമയുടെ വ്യാജപ്പതിപ്പുകൾ തടയുന്നതിനായി ആന്റി പൈറസി സെല്ലുകൾ രൂപീകരിക്കൽ, ദേശീയ അന്താരാഷ്ട്ര സിനിമാ നിർമ്മാണത്തെ ആകർഷിക്കുന്നതിനായി അനുയോജ്യമായ അന്തരീക്ഷം രൂപപ്പെടുത്തൽ തുടങ്ങിയ കാര്യങ്ങൾ സമഗ്ര സിനിമാ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നു. ഇതിനെല്ലാമായാണ് 100 കോടി രൂപ സർക്കാർ ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. കോഴിക്കോട് 50 കോടിയുടെ കൾച്ചറൽ പാർക്ക് കേരളത്തിന്റെ തനത് കലാ സാംസ്കാരിക മേഖലയെ സംരക്ഷിക്കുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനുമായി കോഴിക്കോട് അന്തരിച്ച എം.ടി. വാസുദേവൻ നായരുടെ പേരിൽ കൾച്ചറൽ പാർക്ക് സ്ഥാപിക്കും. 50 കോടിയാണ് ഇതിനായി വകയിരുത്തിയത്. ഇവിടെ കഥകളി, തെയ്യം, കൂത്ത്, ഒപ്പന, മാപ്പിളപ്പാട്ട്, മാർഗംകളി, തുള്ളൽ, അയിനിപ്പാട്ട്, ഗോത്രകലകൾ തുടങ്ങിയവ അവതരിപ്പിക്കുന്നതിനുള്ള സൗകര്യം ഉണ്ടാകും. ജെൻസി കുട്ടികളുടെ ഷോർട്ട് ഫിലിമുകൾ, ചെറുപ്പക്കാരുടെ ഡോക്യുമെന്ററികൾ എന്നിവയും സംഗീതം, നൃത്തം എന്നിവ പ്രദർശിപ്പിക്കാനും വേദി നൽകും. തിയേറ്ററുകൾ, ലൈബ്രറി, ആർട്ട് ഗാലറി, ചരിത്ര മ്യൂസിയം, സാഹിത്യ ഭാഷാ മ്യൂസിയം, ശബ്ദ മ്യൂസിയം, കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള പ്രത്യേക ഇടങ്ങൾ, ഫുഡ് കോർട്ട്, വിശ്രമിക്കാനും വിനോദത്തിനുമുള്ള സൗകര്യം, ഡോർമെട്രികൾ, ടൂറിസ്റ്റ് ഗസ്റ്റ് ഹൗസുകൾ എന്നിവയും കേന്ദ്രത്തിലുണ്ടാകും. പാർക്കിന്റെ നടത്തിപ്പിനായി ടൂറിസം ട്രസ്റ്റ് രൂപീകരിക്കുമെന്നും ബജറ്റിൽ പറയുന്നു. അന്തരിച്ച സംഗീത സംവിധായകൻ ജോൺസൺ മാഷിന്റെ ഓർമ്മയ്ക്കായി തൃശൂരിൽ പുതിയ മ്യൂസിക് അക്കാദമി സ്ഥാപിക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. ഇതിനായി 5 കോടി രൂപയാണ് ബജറ്റിൽ നീക്കിവച്ചിരിക്കുന്നത്. കൂടാതെ നടൻ സലീം കുമാറിന്റെ സ്മാരക രൂപീകരണത്തിന് വേണ്ടി 1 കോടി രൂപയും നീക്കിവച്ചിട്ടുണ്ട്.